ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വരുമ്പോൾ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് ഗണപതിയെ ഒന്ന് തൊഴുത വളരെ സന്തോഷമായി. അപ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അത്യാവശ്യം എന്ന് പറയുന്ന തരത്തിലുള്ള തിരക്കുണ്ടായിരുന്നു. ക്യൂ ഒരു 11:30 ക്ലോസ് ചെയ്തു. എന്നാലും ആ ആളുകൾ ഭക്തർ ദർശനം നടത്തി കഴിഞ്ഞിട്ടില്ല. അതുപോലെ നെയ്വിളക്കൊക്കെ കുറച്ച് കുറവാണ്, കുറച്ചേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇല്ല. സാധാരണത്തെക്കാട്ടിലും സാധാരണ ഞായറാഴ്ചകളുടെ, അതായത് ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാവും 4-ാം നാളൊക്കെ നോക്കിയാൽ വെള്ളിയാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ കുറച്ച് മെച്ചമാണ്. എന്നാലും കൊടിമരം വഴി തന്നെയാണ് കാര്യമായിട്ടുള്ള ദർശന സൗകര്യം ഉണ്ടായിട്ടുള്ളത്. അഭൂതപൂർവമായ തിരക്കല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല തിരക്കാണ്. സാധാരണ ഞായറാഴ്ചകളിലൊക്കെ തിരക്ക് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആ വാതിൽപ്പടി കയറിയുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ശ്രീകോവിലിനുള്ളിലെ സ്വർണ്ണ വിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ടുള്ള ആ നെയ്വിളക്കിൻ്റെ പ്രകാശം, ശ്രീലകത്ത് നെയ്വിളക്ക് കത്തിക്കുന്ന അതിൻ്റെയും എല്ലാം കൂടിയാണ്. 1000 രൂപ കൊടുത്താൽ ശ്രീലകത്ത് നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യും. നമുക്ക് തൊഴാനുള്ള ആ ഒരു സൗകര്യം കൂടി ആണേന്. കൂടുതൽ വലിയ പുറത്തെ ക്യൂ ഒഴിവായി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശധാര ഇങ്ങനെ നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മൾ ഇടതേ സൈഡിലും നോക്കുമ്പോൾ ആ പീഠം കാണാം. മേൽപ്പത്തൂരിരുന്ന് നാരായണീയം രചിച്ച പീഠം കണ്ടു തൊഴാം. മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലതുവശത്തെ ആദ്യത്തെ തൂണ് കാണുമ്പോൾ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കി വരുമ്പോൾ കാൽപാദങ്ങൾ 2 കാണാണ്ട് 2 കാൽത്തളകളൊക്കെ അണിഞ്ഞിങ്ങനെ കാലിങ്ങനെ പിണച്ച് വെച്ച് നിൽക്കുകയാണ്. നല്ല മഞ്ഞ പട്ട് ഞൊറിഞ്ഞ് ചാർത്തിയിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കുറച്ച് വലിയ കിങ്ങിണിയാണ്, ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ കൈവളകൾ കാണാനുണ്ട്. കയ്യിലൊരു പൊന്നോടക്കുഴലുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ തോൾവളകൾ കാണാനുണ്ട്. കാതിൽ ചെവിപ്പൂക്കളുണ്ട്. നല്ലൊരു നെറ്റിയിൽ നല്ലൊരു സ്വർണ്ണ ഗോപി ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ ഒരു മാല, മാങ്ങാമാല ഉണ്ട്. ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുമുടിമാല 2 വെളുത്ത പൂവും ചുവന്ന പൂവും കൂടി ഇടകലർന്നിട്ടുള്ള 2. അതേപോലെ വലിയ ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് 2. അത് നല്ല വലുപ്പത്തിലുണ്ട്. അത് വെളുത്തതും ചുവപ്പും തുളസിമാലയും കൂടിയും ചേർന്നിട്ടുള്ളതാണ്. അങ്ങനെ 2. മൊത്തത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ വേണുഗോപാല സ്വരൂപത്തിലാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ സങ്കല്പിക്കുക. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം പരമേശ്വരോദിക്കനാണ്. അദ്ദേഹമാണ് ഇന്നത്തെ ആ കളഭാലങ്കാരം ഗുരുവായൂരപ്പൻ്റെ ആ തിരുബിംബത്തിൽ ചാർത്തിയിട്ടുള്ളത്. ആ മുരളീധര സ്വരൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു തരത്തിൽ ചാർത്തിയ കളഭാലങ്കാരം അദ്ദേഹമാണ്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് തൊഴുതോളൂ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങുകയാണ്. തൊഴുതിറങ്ങിയിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അഗ്നികോണിലേക്ക് നോക്കിയാൽ ആ തൂവുന്ന സ്ഥലം കാണാം. അതവിടെ നിന്ന് നോക്കി തൊഴുക. അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. പിന്നീട് തിരിഞ്ഞ് നോക്കിയാൽ ചുവരിലേക്ക് നോക്കിയാൽ ആലിലെ കണ്ണനെ കാണാം. നല്ല പച്ച കളറിൽ പച്ച ആലിലയിൽ ഇങ്ങനെ കിടക്കുന്ന ഉണ്ണിക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞാൽ
ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണപതിയുടെ അവിടെ വരാം. ഗണപതിയുടെ അവിടെ വന്നാൽ ഒന്ന് നല്ല കളഭം കൊണ്ട് ഇങ്ങനെ അലങ്കാരിക്കപ്പെട്ടിരിക്കുക. നല്ല രസമായിട്ടുള്ള അലങ്കാരം, നിറയെ പൂക്കളുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളും. ഏകദന്തം മഹാകായം ദത്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിൽ ആ ഫോട്ടോ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ കോണിലെത്തുമ്പോൾ ചെറിയ ഗണേശൻ്റെ വിഗ്രഹം കാണാം. ഒന്ന് തൊട്ട് തലോടിയിട്ട് പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അവിടെ പരമേശ്വരോദിക്കനിരിക്കണം. അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി പിന്നെ വാമനാവതാരം നോക്കി കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ വിഗ്രഹം കാണാം. അതുപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുത് അവിടെ നിറയെ പൂക്കൾ, താമരയൊക്കെ ഉണ്ട്. താമര പൂവുകൊണ്ടുണ്ട്, പിന്നെ അതേപോലെ വെളുത്ത പൂവുകൊണ്ടും ഒക്കെ മാല ചാർത്തിയിട്ടുണ്ട്, തുളസിയും. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ തിരിച്ച് ഇങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. പിന്നീട് നമ്മൾ തിരിച്ചിങ്ങനെ പോരുമ്പോൾ ശ്രീരാമചന്ദ്രനും അതേപോലെ ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ കൃഷ്ണനെ കാണാം. കൃഷ്ണൻ്റെ അവിടെ ഒരു തുളസിമാല മാത്രം ചാർത്തിയിട്ടുണ്ട്. മുരുകൻ്റെ അവിടെ ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തി ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരികയാണ്. ഒരു വെറ്റില മാല മാത്രമാണെന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് അലങ്കാരമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വസിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുതു. ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് കുറച്ച് പോന്നാൽ താമരക്കണ്ണനെ കാണാം. അവിടെ നിന്ന് തൊഴുത് വീണ്ടും കിഴക്കോട്ട് പോന്നാൽ ആ ഗ്രില്ലിട്ട ഭാഗം കാണാം. അപ്പോൾ മണിക്കിണർ നോക്കി കാണാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഏത് രൂപത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ തന്നെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൽ വരും. പിന്നീട് ആ ക്രൂരമട അവിടെ അതേപോലെ കൃഷ്ണാട്ടവും ആ നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. അങ്ങനെ വരുമ്പോൾ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ ചന്ദനവും തീർത്തൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിൽ ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അടുത്തും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ഭഗവതിയെ കാണുക, ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് നമുക്കിങ്ങനെ പോവാം. അങ്ങനെ പോകുമ്പോൾ ഇന്നങ്ങനെ ആ ഗോളകയൊക്കെ ഇറക്കിയിട്ട് ഇങ്ങനെ അതായി നല്ല വിശാലമായ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. പുറകു വശത്ത് നീല പട്ട് ഇങ്ങനെ ചാർത്തി വരുന്നു അലങ്കാരമായിട്ട്. പിന്നെ ചുവന്ന പട്ടും ഒക്കെ ഞൊറിഞ്ഞെടുത്ത് നല്ല സ്വർണത്തിൻ്റെ പൊട്ടൊക്കെ തൊട്ടിങ്ങനെ അമ്മ 2 നെക്ലസ് മാല പോലെ അതൊക്കെ ഉണ്ട്. തൊട്ട് അമ്മ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുകയാണ്, കാത്തിരിക്കുക. നമ്മളെപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടേ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പോരുമ്പോൾ അമ്മ മക്കളെ കാത്തിരിക്കുന്ന പോലെയാണ് എടത്തരികത്തുകാവിലെ ഭഗവതി നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം അവർക്ക് നമ്മളെ കുട്ടികളെ ഒക്കെ സുരക്ഷിതരായിരിക്കണം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. എന്തായാലും നന്നായിട്ട് കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് കുറച്ചിങ്ങോട്ട് പോന്നാൽ കിഴക്ക് വടക്ക് ഭാഗത്ത് നോക്കിയിട്ട് തിരിഞ്ഞു നിന്ന പടിഞ്ഞാറ്
വടക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ മമ്മിയൂരപ്പനെ നോക്കാം. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സാ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു അനുഗ്രഹം നമ്മളെ തേടിയെത്തും. അങ്ങനെ വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് നമ്മുടെ മുരളീധര സ്വരൂപം, വേണുഗോപാല സ്വരൂപം ഒന്നുകൂടി കാണാം. അവിടെ ഒന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് നോക്കി തൊഴുത് അയ്യപ്പൻ്റെ അവിടെ വരാം. അയ്യപ്പൻ്റെ അവിടെ നിന്നിങ്ങനെ ഗോളകിയും അതേപോലെ പുറകുവശത്തായിട്ട് കിരീടമൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഇതായിട്ടാണ് കാണാനുള്ളത്. നല്ലൊരു കാഴ്ചയാണ്. ചന്ദനമൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും ആ അയ്യപ്പസ്വാമീനെ ഭൂതനാഥനെ കണ്ട് തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലെ വേണുഗോപാല സ്വരൂപം കാണാം. അത് നോക്കി തൊഴുക. ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലെ ഗരുഡധ്വജനെ കാണാം. ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ മുന്നിലാണ് എന്ന് മനസ്സാ സ്മരിക്കുക. അപ്പോൾ നമ്മളവിടെ എത്തിയ ആ ഒരു കർമ്മം കഴിഞ്ഞു. പുണ്യം നമുക്കെത്തും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.